സംസ്ഥാനത്ത് കേന്ദ്രത്തിന്റെ മോട്ടോർ വാഹന നിയമങ്ങൾ കർശനമാക്കുന്നു. വർഷത്തിൽ 5 ചലാനുകൾ ലഭിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും. പിഴ കുടിശ്ശികയുള്ള വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. കുടിശ്ശികയുള്ള വാഹനങ്ങൾ തടഞ്ഞുവെക്കാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടാകും. RC ഉടമയായിരിക്കും എല്ലാ നിയമ നടപടികളും നേരിടേണ്ടി വരിക. RB സനൂപ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. സനൂപ്, അപ്പോൾ നിലവിലുള്ള നിയമം അതൊന്നുകൂടി കർശനമാകും. അതോടൊപ്പം തന്നെ വലിയ പിഴ കുടിശ്ശികയുള്ള വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. ഒപ്പം തന്നെ കുടിശ്ശികയുള്ള വാഹനങ്ങൾ തടഞ്ഞു വെക്കാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടാകും. കൂടുതൽ കർക്കശമാകും കാര്യങ്ങൾ, അല്ലേ? കേന്ദ്രം ഈ വർഷം കർശനമായിട്ടുള്ള ഒരു നടപടിയാണ് മോട്ടോർ വാഹന നിയമത്തിൽ കൊണ്ടുവന്നത്. അത് കേരളത്തിൽ നടപ്പാക്കാനാണ് ഇപ്പോൾ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പും തീരുമാനിച്ചിട്ടുള്ളത്. ഈ വർഷം ജനുവരി 1 മുതൽ തന്നെ ഇത് പ്രാബല്യത്തിൽ വന്നുവെന്നാണ് അല്പസമയം മുമ്പ് ഗതാഗത കമ്മീഷൻ ഇറക്കിയ ഈ ഓർഡറിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് പ്രകാരമാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു വർഷത്തിൽ 5 ചലാനുകൾ ലഭിക്കുകയാണെങ്കിൽ അയാളുടെ ലൈസൻസ് റദ്ദാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് പ്രകാരമുള്ള നിയമ നടപടിയിലേക്ക് കടക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ പിഴ അടയ്ക്കാൻ വേണ്ടി, നിലവിലിപ്പോൾ പിഴ ഉള്ളവർക്ക് അവർക്ക് പിഴ അടയ്ക്കാൻ വേണ്ടി 45 ദിവസത്തെ സമയമാണ് നൽകിയിട്ടുള്ളത്. അതിനുശേഷവും പിഴ അടച്ചില്ലെങ്കിൽ വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ബ്ലാക്ക് ലിസ്റ്റിലുള്ള വാഹനങ്ങൾക്ക് ഇനി വേണ്ട സേവനങ്ങൾക്ക് ഒന്നും തന്നെ കാര്യമുണ്ടാവില്ല. ഉടമസ്ഥാവകാശം കൈമാറ്റം, അതേപോലെ തന്നെ ഫിറ്റ്നസ് ടെസ്റ്റ് തുടങ്ങിയൊക്കെ മുടങ്ങിയാൽ അതൊന്നും തന്നെ പുതുക്കാൻ കഴിയില്ല എന്നുകൂടി ഈ നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കുടിശ്ശികയുള്ള വാഹനങ്ങൾ തടഞ്ഞു വെക്കാനും അത് കണ്ടെടുക്കാനും ഉള്ള അവകാശം ഉദ്യോഗസ്ഥർക്ക് നൽകിക്കൊണ്ടാണ് ഈ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂളിൽ ഇപ്പോൾ ഭേദഗതി വരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ നിയമ നടപടികളും വാഹനത്തിന്റെ RC ഉടമയ്ക്കെതിരെയായിരിക്കും. ഒരുപക്ഷെ വാഹനം വിൽക്കുകയോ അല്ലെങ്കിൽ വാഹനം മറ്റൊരാൾക്ക് കൈമാറുകയോ ചെയ്യുകയാണെങ്കിൽ ഈ വാഹനത്തിന്റെ RC ഉടമയുടെ പേര് മാറ്റിയില്ലെങ്കിൽ വരുന്ന നിയമ നടപടികളെല്ലാം തന്നെ ആ RC ഉടമയുടെ പേരിലായിരിക്കുമെന്നും ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരാളാണ് വാഹനം ഓടിച്ചതെന്നോ മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റിയോ എന്നൊക്കെ തെളിയിക്കേണ്ട ബാധ്യത അത് RC ഉടമയ്ക്കായിരിക്കും. അതേപോലെ തന്നെ കോടതിയെ സമീപിക്കേണ്ട ചുമതലയും ഈ പറയുന്ന RC ഉടമയ്ക്ക് തന്നെയായിരിക്കും. അങ്ങനെ കർശനമായിട്ടുള്ള നിയമ നടപടിയിലേക്കാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 5 ചലാനുകൾ ലഭിക്കുകയാണെങ്കിൽ ലൈസൻസ് റദ്ദാവും എന്നുള്ള കാര്യം തന്നെയാണ്.